ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് യേശുവും പിതാവും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഉം, ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ പിതാവ് ആര്? യേശുവിൻ്റെ പിതാവ് ദൈവം എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാം. എന്നാൽ യേശുവിൻ്റെ പിതാവായ ദൈവം ആരാകുന്നു എന്ന ചോദ്യത്തിന് ദൈവം ആരാകുന്നു എന്ന് ചിന്തിച്ച് അതിനോട് ചേർത്ത് ഈ വിഷയം ഗ്രഹിക്കുമ്പോഴാണ് അതിൻ്റെ സൂക്ഷ്മാവസ്ഥ മനസ്സിലാകുന്നത്. അതായത് ദൈവം ആരാകുന്നു എന്ന് ചോദിച്ചാൽ ദൈവം യേശുക്രിസ്തുവിൻ്റെ പിതാവ് തന്നെ. എന്നാൽ സത്യദൈവം ആരാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ പലതുണ്ട്. അതിൽ ചിലത് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചു. ഇന്നത് വീണ്ടും നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഇവിടെ നമ്മൾ ഇന്നേക്ക് ഏകദേശം 4000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സമീപ ആ രാജ്യത്തിൻ്റെ തന്നെ ഒരു ഭാഗവും സമീപ പ്രദേശവുമായി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തീരങ്ങളിലായിരിക്കുന്നതുമായ ഒരു സ്ഥലമാണ് ഇന്ന് ബസ്ര എന്ന് പറയുന്നതും അതിൽ ഒരു ഭാഗമാണ് കൽദയ പട്ടണമായ ഊരെന്ന് 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സ്ഥലത്ത് BC 2500 BC 2000-ത്തിന് അപ്പുറം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അബ്രഹാമും അബ്രഹാമിൻ്റെ അപ്പനായ തേരഹും അവരുടെ കുടുംബവും. ഈ സമയത്താണ് കർത്താവ് ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ വെച്ചാണ് അബ്രഹാമിൻ്റെ വിളി. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ്. അതായത് അബ്രഹാം കൽദയ പട്ടണമായ ഊരിൽ നിന്ന്, അതായത് മെസൊപ്പൊത്താമ്യയിൽ നിന്ന് ഹാരാനിൽ, ഇന്നത്തെ സിറിയയുടെ ഭാഗത്ത് വന്ന് പാർത്തു. അവിടെ നിന്ന് കനാൻ ദേശത്ത് വന്നു. അവിടെ നിന്ന് മിസ്രൈമിൽ പോയി തിരിച്ച് കനാൻ ദേശത്ത് വന്നു. ഇങ്ങനെ അബ്രഹാമിൻ്റെ യാത്രയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കൽദയ പട്ടണമായ ഊര് അല്ലെങ്കിൽ മെസൊപ്പൊത്താമ്യയിൽ വെച്ച് തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അങ്ങനെ പ്രത്യക്ഷനായതിനു ശേഷമാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അങ്ങനെ അബ്രഹാമിനെ വിളിച്ച് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്ന അനുഭവത്തിൽ ഉണ്ടായ ആദ്യത്തെ ഭാഗം പറയുകയാണ്. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷമായത് തേജോമയനായിട്ടാണ്. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നു. ഒന്ന്, പ്രത്യക്ഷനായി. 2, തേജോമയനായിട്ട്. അവിടെ നമ്മൾ കാണുവാനിടയായി തീർന്നത്, ഇവിടെ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ കാണത്തക്ക ഒരു രൂപത്തിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് അവൻ മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ്. ആര്? ഇസ്രായേലിൻ്റെ ദൈവം, അല്ലെങ്കിൽ സത്യദൈവം, അല്ലെങ്കിൽ സകല പ്രപഞ്ചത്തിൻ്റെയും ദൈവം കാണാൻ കഴിയാത്തവനാണ്. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും
കാണുവാൻ കഴിയാത്തവനുമാണ്. പക്ഷെ ഇവിടെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്നു, അബ്രഹാം കണ്ടു. അബ്രഹാം ആരെ കണ്ടു? അബ്രഹാം ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടെന്നല്ല, തേജോമയനായ ദൈവത്തെ കണ്ടു. തേജോമയൻ എന്ന് പറഞ്ഞാൽ തേജസ്സിനെ കണ്ടെന്നല്ല, തേജസ് ഉള്ള ഒരു ദൈവത്തെ കണ്ടു. അതായത് അബ്രഹാം കണ്ട ദൈവത്തോടു കൂടെ തേജസ് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇതാരാണ് ഈ ദൈവം, അല്ലെങ്കിൽ ഈ ആൾ ആരാണ്? അതിന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു, ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. അതായത് ദൈവത്തിന്റെ പട്ടണമായ യെരൂശലേം ഉത്തരദിക്കിൽ നിന്ന് ഭൂമിയോട് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ വരുമ്പോൾ ആ പട്ടണത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ നഗരമായ യെരൂശലേമില്, പർവ്വതത്തില്, മന്ദിരത്തില്, ദൈവസിംഹാസനത്തില് ഇരിക്കുന്ന ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. ദൈവത്തിന് ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. അപ്പോ തേജസ് അല്ല അവിടെ പ്രാധാന്യം, തേജസ്സിൽ വസിക്കുന്നവനാണ്. അതാരാണത്? അതാണ് ദൈവത്തിന്റെ വചനം യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് നമുക്ക് വായിക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ ഈ വാക്യത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നു, പിതാവ്, ഏകജാതൻ, തേജസ്, ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അപ്പോൾ ഇത് യഹൂദന് പരിചയമുള്ളതാണ്. എന്തെന്നാൽ ഇതിനു മുമ്പ് യെഹെസ്കേലും അതിനു മുമ്പ് ഇസ്രായേൽ മക്കളും ഇത് കണ്ടിട്ടുള്ളതാണ്. ആരെ? ഇസ്രായേലിന്റെ ദൈവത്തെ അവർ കണ്ട് ഭക്ഷണം കഴിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ ഇതിന് അവർ നോക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധി, ദൈവത്തിൽ നിന്ന് ഒരു ഏകജാതനായ പുത്രനുണ്ട്. ഈ പുത്രൻ ദൈവത്തിന്റെ മാർബിലാണ് ഇരിക്കുന്നത്. ഈ പുത്രൻ്റെതായ തേജസ് ഉണ്ട്. അപ്പോ പിതാവ്, പുത്രൻ, തേജസ്, അല്ലെങ്കിൽ പിതാവ്, ആദിജാതൻ, തേജസ്, അല്ലെങ്കിൽ ദൈവം, ആദിജാതൻ, തേജസ്, ഈ 3 ഘടകങ്ങളോട് കൂടിയാണ് ദൈവത്തിന്റെ പ്രത്യക്ഷത. പിതാവില്ലാത്തടത്ത് പുത്രനില്ല. പിതാവ് പുത്രനിൽ കൂടി തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, തൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നു. ഇത് സീനായി മലയിൽ വെച്ച് 73 പേര് കണ്ടതാണ്. ആരൊക്കെ? മോശ, അഹരോൻ, നാദാബ്, അബീഹു, പിന്നെ 74 പേര്, ക്ഷമിക്കണം, 74 പേര് ഇത് കണ്ടതാണ്. സീനായി മലയിലും സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിന്റെ 9 വാക്യം മുതൽ എഴുതിയിരിക്കുന്നത് വായിക്കാം. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടി കയറി ചെന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ഈ കണ്ട
ദൈവത്തിന്റെ കാലിന്റെ കീഴെ നീലക്കല്ല് പടുത്ത തളം ഉണ്ടായിരുന്നു. ഇവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഈ ആൾക്ക് അബ്രാഹാമിന്റെ ദൈവം, അബ്രാഹാമിന് പ്രത്യക്ഷമായ ദൈവമാണ് ഇവർക്ക് പ്രത്യക്ഷമായത്. ഞാൻ അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. പിതാക്കന്മാരുടെ ദൈവം എന്ന് പറയുന്നത് ഇതാണ്. ഏത്? തേജോമയനായ ദൈവം. കാരണം പിതാവിൽ നിന്നുള്ള ഏകജാതൻ, ഏകജാതന്റെ തേജസ്. ഇത് ഇസ്രായേൽ മക്കൾക്ക് കണ്ടാൽ അറിയാം. ഈ ദൈവപുത്രന്റെ തേജസ് എന്താണെന്നുള്ളത് ഇസ്രായേൽ മക്കൾക്ക് കണ്ടാൽ അറിയാം. ഇതിനെക്കുറിച്ച് യഹൂദന്റെ അറിവാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. തേജസ് പല ജീവികൾക്കുമുണ്ട് ആത്മീയ മണ്ഡലങ്ങളിൽ. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായ പുത്രന്റെ തേജസ് വേറെ ആർക്കുമില്ല. ആ തേജസ്സാണ് ഇവിടെ യേശുക്രിസ്തുവിന് ശിഷ്യന്മാരെ ദർശിച്ചത്. അപ്പോ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, അബ്രഹാമിന് പ്രത്യക്ഷനായ ദൈവം ആരായിരുന്നു? സകലത്തിന്റെയും ഉടയവനായ ദൈവമായിരുന്നു. പ്രത്യക്ഷമായത് ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തു ആയിരുന്നു. അവനെ എങ്ങനെ കണ്ടു? തേജസ്സിൽ കണ്ടു. തേജസ്സിലാണ് അവനെ കണ്ടത്. അപ്പൊ കണ്ടത് തേജോമയനായ ദൈവത്തെ എന്ന് പറയുമ്പോൾ അവർ കണ്ടത് തേജസ്സിനെ കണ്ടു. തേജസ്സിൽ ഏകജാതനായവനെ കണ്ടു. അവൻ ഏകസത്യ ദൈവത്തോടു കൂടെയായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ സാധിക്കുകയില്ല. മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവനുമാണ്. അപ്പൊ അബ്രഹാം കണ്ടതാരെ എന്നുള്ള ചോദ്യത്തിന് ഏകജാതനായ പുത്രനെയും അവന്റെ തേജസ്സിനെയുമാണ് അബ്രഹാം കണ്ടത് എന്ന് തന്നെ മറുപടി. ദൈവത്തിന് സ്തോത്രം. അവിടെ യേശുവിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ എന്തു പറയും? തേജസ്സാണോ? അല്ല. ഏകജാതനായവനാണോ? അല്ല. അവനൊക്കെ ദൃശ്യനാണ്. എന്നാൽ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ഏകജാതൻ എന്ന് പറയുമ്പോൾ ഈ ഏകജാതൻ ഇരിക്കുന്നത്, വസിക്കുന്നത് സർവശക്തന്റെ മാർവിലാണ്, സർവശക്തന്റെ ഹൃദയത്തിലാണ്. അവനെ ആരും കാണാൻ സാധിക്കില്ല. മനുഷ്യരാരും കണ്ടിട്ടില്ല, കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അവനിൽ നിന്ന് പുറപ്പെട്ട ഏകജാതനെ കാണാം. അവനാണ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവപുത്രൻ. അവന്റെ തേജസ്സാണ് യേശുവിനുണ്ടായിരുന്നത്. അങ്ങനെയാണ് ശിഷ്യന്മാർ ഇത് ദൈവപുത്രൻ തന്നെയെന്ന് ഉറപ്പിച്ച് തിരിച്ചറിഞ്ഞത്. കർത്താവിന് സ്തോത്രം. അവിടെ തേജോമയനായ ദൈവം എന്ന് പറയുമ്പോൾ ഏകജാതനായ പുത്രനോടുകൂടി ഉണ്ടായിരുന്ന തേജസ്സിൽ വെളിപ്പെട്ടവൻ. അതിൽ കൂടെ ഉണ്ടായിരുന്നത് അദൃശ്യനായ ദൈവമായിരുന്നു. അദൃശ്യനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയായിരുന്നു ഏകജാതനായ പുത്രനും അവന്റെ തേജസ്. ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞാൽ, യേശുവിന്റെ പിതാവായ ദൈവത്തിന്റെ മാർവിലിരിക്കുന്ന ഏകജാതനായ പുത്രനെയും അവന്റെ തേജസ്സിനെയുമാണ് അബ്രഹാം കണ്ടത്.